ജെൻസിയും നവകേരളവും എന്ന വിഷയത്തിലേക്ക് ഈ ശില്പശാലയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. യുവതലമുറയെ ഭയക്കുന്ന ഒരു സമൂഹം ഭാവിയെ ഭയക്കുന്ന സമൂഹം തന്നെയാണ് എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് ഈ സംവാദം ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. കാര്യമെന്തെന്നാൽ ഒരുപക്ഷെ ആധുനികതയോടുള്ള അല്ലെങ്കിൽ ആധുനിക തലമുറയോടുള്ള വിമുഖതയാണ് ഒരുപക്ഷെ യാഥാസ്ഥിതികതയുടെ രോഗലക്ഷണം അല്ലെങ്കിൽ യാഥാസ്ഥിതികയുടെ മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അങ്ങനെ ഇന്ന് ആ രീതിയിൽ ഇന്ന് നവലോക ക്രമത്തിൽ ഏറ്റവും അധികം മാറ്റം ചെലുത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ മാറ്റത്തിനായി ആരെയും കാത്തു നിൽക്കാത്ത ഒരു തലമുറയ്ക്ക് കൈവന്നിരിക്കുന്ന ഒരു പേര് കൂടിയാണ് ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾക്കൊരു തിരി തെളിക്കുവാൻ കെൽപ്പുള്ള ആ യുവതലമുറയുടെ ഒരു കരുത്തുറ്റ പ്രതിനിധിയാണ് മിന്ന. മിന്നയെ ഏറെ സ്നേഹത്തോടെ ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മിന്ന രഞ്ജിത്ത്. പേര് പോലെ അത്ര എളുപ്പമല്ല മിന്ന രഞ്ജിത്തിൻ്റെ കർമ്മമണ്ഡലങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളത്. വായിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല. മിന്ന ക്രൈസ്റ്റ് നഗർ സെൻട്രൽ സ്കൂൾ കവടിയാറിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. യങ് ലീഡർ, പ്രഭാഷക, സാഹിത്യകാരി എന്നിങ്ങനെ നിരവധി മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. 2022 സ്റ്റേറ്റ് ചൈൽഡ് വെൽഫെയർ കൗൺസിൽ കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും 2026 ലിയോറ ഇൻ്റർനാഷണൽ ഇന്നൊവേഷൻ കൺവെൻഷനിലെ 14 പ്രതിനിധികളിൽ ഒരാളാവുകയും PC അലക്സാണ്ടർ മെമ്മോറിയൽ സ്റ്റേറ്റ് ലെവൽ എക്സ്റ്റംബർ എലക്യൂഷൻ കോമ്പറ്റീഷൻസിൽ ഇംഗ്ലീഷ്, മലയാളം തുടങ്ങി നിരവധി പ്രസംഗ മത്സരവേദികളിൽ, ഡിബേറ്റ് മത്സരവേദികളിൽ നിറസാന്നിധ്യവും സ്ഥിര വിജയവുമാണ് മിന്ന രഞ്ജിത്ത്. അങ്ങനെ പരന്ന വായനക്കാരി, തുറന്ന സംവാദക, തുറന്ന പ്രഭാഷക, പ്രാസംഗിക, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അതോടൊപ്പം ടെലിഫിലിം നായിക കൂടിയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സകല കലാപ്രതിഭയെ നമ്മുടെ ഈ ജെൻസി സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നവലോക ക്രമത്തിൽ ജെൻസി എങ്ങനെ ഒരു ഉൽപ്രേരകമായി സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ആകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഈ സംവാദം തുടങ്ങുമ്പോൾ തന്നെയുള്ള ആദ്യത്തെ ചോദ്യം. അപ്പോൾ നവലോകക്രമം എന്നുള്ള വാക്ക് തന്നെ വളരെയധികം വകഭേദങ്ങളുള്ളൊരു വാക്കാണ്. നവലോകക്രമം ഇന്നത്തെ ലോകത്തിൽ മിന്നയും എൻ്റെയും പ്രായമുള്ള യുവാക്കളുടെയും കുരുന്നുകളുടെയും കരച്ചിൽ, യുദ്ധം, സാമ്രാജ്യത്വം, അധീശത്വം ഒക്കെ വേട്ടയാടുന്ന ഈ പുതിയ നവലോകക്രമത്തിൽ ജെൻസി എങ്ങനെ ഒരു കാറ്റലിസ്റ്റായി മാറുന്നു എന്നുള്ളത് മിന്നയ്ക്ക് ഒരു ആമുഖം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റും? കാറ്റലിസ്റ്റ് എന്ന വാക്കിന് കെമിസ്ട്രിയിലെ അർത്ഥം ഒരു കെമിക്കൽ റിയാക്ഷൻ വേഗം നടത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അല്ലാതെ കാറ്റലിസ്റ്റിന്റെ മീനിങ് എടുക്കുമ്പം എ പേഴ്സൺ ഓർ തിങ് ദാറ്റ് കോസസ് ചേഞ്ച് എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധമാണ്. ഈ ഒരു കാലത്ത് ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതും അതിൽ പങ്കാളികളാകുന്നതും ജെൻസി തന്നെയാണ്. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ജെൻസിക്കാണ്. കാരണം ഈ ലോക ജനസംഖ്യയുടെ 1/3 ജെൻസിയാണ്. നമ്മൾ 4 ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ ജെൻസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജെൻസിയിലുള്ള ആ ഒരു ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ള ജെൻസിയുടെ മൊത്തം പോപ്പുലേഷനാണ് US മൊത്തമുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ജെൻസിയാണ് ഇന്ത്യയിലുള്ളത്. ആ ഒരു മൊത്തം പോപ്പുലേഷനാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ആ ഒരു ജെൻസിയുടെ പോപ്പുലേഷനാണ് US മൊത്തമുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാറ്റലിസ്റ്റ് ആവാൻ പറ്റുന്ന ഈ നവലോക ക്രമത്തിലെ നല്ലതാക്കാൻ പറ്റുന്ന ഒരു കാറ്റലിസ്റ്റ് ആവാൻ പറ്റുന്നത് ജെൻസിക്കായിരിക്കും. എല്ലാ കാലത്തും ഓരോ തലമുറയെ പറ്റി നമ്മുടെ പിതാമഹന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്ക് എന്തെങ്കിലുമൊക്കെ പെർസീവ്ഡ് നോഷൻസ് ഉണ്ടാവും. ജെൻസിയെ പറ്റിയുള്ള ഇന്നത്തെ സമൂഹത്തിൻ്റെ പെർസീവ്ഡ് നോഷൻസ് എന്തൊക്കെയാണെന്നാണ് മിന്ന? ഏറ്റവും കൂടുതൽ ചീത്ത പേര് ഈ ഒരു കാലഘട്ടത്തിലുള്ളത് തന്നെ ജെൻസിക്കാണ്. എപ്പോഴും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നവർ, മൊബൈലിന് അഡിക്റ്റഡ് ആയവർ, ചീത്ത കൂട്ടുകെട്ടിലേക്ക് വന്നു. ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പം പലരും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. കാരണം പലരുടെയും കയ്യിലുള്ളത് മൊബൈൽ ഫോണാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഇടയ്ക്ക് സത്യമാണെന്ന് പറയാം. ബാക്കിയൊക്കെ നമുക്ക് പറയുമ്പോൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വരുന്ന കാര്യമൊക്കെ അതേപോലെ വിശ്വസിക്കുന്നവർ. നമുക്ക് ഇപ്പം നമ്മളൊരു റീൽസ് കാണുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ഒരു റീല് നെസ്കഫേയുടെ കോഫി പൗഡർ തലയിൽ തേച്ചാൽ തല കറക്കും. അടുത്ത റീലിൽ നമ്മൾ കാണുന്നു നെസ്കഫേയുടെ കോഫി പൗഡർ മുഖത്ത് തേച്ചാൽ മുഖം വെളുക്കും. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വരുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ വിശ്വസിക്കുന്ന തലമുറ, പുസ്തകങ്ങൾ വായിക്കാത്ത, പത്രം വായിക്കാത്ത, ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത, ഒരു അറിവുമില്ലാത്ത, ജനറൽ നോളജ് ഇല്ലാത്ത, ഒരു ബോധം ഇല്ലാത്ത, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടല്ലാതെ ജങ്ക് ഫുഡ് കഴിക്കുന്ന, സ്ലീപ്പ് ഹൈജീൻ ഇല്ലാത്ത, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു തലമുറയായിട്ടാണ് ജെൻസിയെ കാണുന്നത്. ഇനിയും കുറേ ചീത്ത പേര്.
അതെ, ഈ ചീത്തപ്പേരൊക്കെ ഒരു പരിധിവരെ ശരിയാക്കുന്നത് ഞങ്ങളുടെയൊക്കെ ശീലങ്ങളാണ്. പക്ഷേ എന്നാലും ഇത് തന്നെയാണോ റിയാലിറ്റി? അറ്റ്ലീസ്റ്റ് മിന്നെ അടങ്ങുന്ന ചിന്തിക്കുന്ന യുവതലമുറയുടെ റിയാലിറ്റി ഇതൊക്കെ തന്നെയാണോ? എന്നെ സംബന്ധിച്ച് എനിക്ക് ചിന്തിക്കുമ്പം ജെൻസിയുടെ ഈ ചീത്തപ്പേരുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ല. കാരണം ജെൻസി എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ബാക്കിയുള്ള നമ്മുടെ ജെൻസിയുടെ മുൻപുള്ള ജനറേഷൻസ് എടുക്കുമ്പം ജെൻ എക്സും ജെൻ വൈ ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അവർക്ക് ഇപ്പം ഈ സൈലൻറ്റ് ജനറേഷൻ ആണെങ്കിലും ബൂമേഴ്സിനാണെങ്കിലും ഒരു AI ജനറേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ ഡീപ് ഫേക്ക് വീഡിയോ, ലേബൽ ഇല്ലാത്തൊരു ഡീപ് ഫേക്ക് വീഡിയോ കണ്ടാലും അവർക്കത് AI വീഡിയോ ആണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ജെൻസിയിലെ തലമുറയിലുള്ള ആൾക്കാർക്ക് ഒരു AI വീഡിയോ കണ്ടാൽ അത് തിരിച്ചറിയാൻ പറ്റും. ലേബലൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതേപോലെ ഈ സോഷ്യൽ മീഡിയയും AI ടൂൾസിനെയൊക്കെ ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ AI ടൂൾസ്, ചാറ്റ് GPT, AI ടൂൾസൊക്കെ CV തയ്യാറാക്കാനും PPT തയ്യാറാക്കാനാണ് ജെൻസി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒരു പൈസയുടെ പോലും ചിലവില്ലാതെ അവരുടെ സ്വന്തം പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള മാർക്കറ്റിങ്ങിനാണ് ജെൻസി ഉപയോഗിക്കുന്നത്. ഇതുപോലെ ജെൻസിക്ക് ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്താണെങ്കിലും അത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാൻ അറിയാം അതിൻ്റെ മുൻപുള്ള ജനറേഷൻസിനേക്കാളും. പിന്നെ നമ്മുടെ മുൻപുള്ള ജനറേഷൻ ബൂമേഴ്സും ഒക്കെ ജനറേഷൻ എല്ലാവരും ഷോപ്പിങ്ങിന് പോകാറുണ്ട്. ജനറേഷൻ ഒന്നുമില്ല, എല്ലാവരും ഷോപ്പിങ്ങിന് പോകാറുണ്ട്. പക്ഷേ ജെൻസി ഷോപ്പിങ്ങിന് പോകുമ്പം വേറെയും കുറേ ഗുണങ്ങളുണ്ട്. ജെൻസി ഷോപ്പിങ്ങിന് പോകുമ്പം ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് അവർ സോഷ്യലൈസ് ചെയ്യുവാണ്. ഷോപ്സിലൈസിങ് എന്നാണ് ഈ ഒരു വാക്കിന് പറയുന്നത്. ഷോപ്പിംഗ് ചെയ്യുന്നതിനോടൊപ്പം അവർ ചുറ്റുമുള്ള ആൾക്കാരോട് സോഷ്യലൈസ് ചെയ്യും. അവർക്ക് ഒരു ഷോപ്പിങ്ങിന് പോകുമ്പം അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും. അവർ കാണുന്ന ഒരാൾ അവരുടെ ആ ഒരു പ്രായത്തിലുള്ള സമപ്രായക്കാരുടെ അടുത്ത് മിണ്ടും. ഓരോ കാര്യങ്ങൾ അവരുടെ അഭിപ്രായം ചോദിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഫിജിറ്റൽ എന്നൊരു വാക്കും ജെൻസിക്കുണ്ട്. ജെൻസിയിലെ ആൾക്കാർ ഫിസിക്കലുമാണ് ഡിജിറ്റലുമാണ്. അതിനർത്ഥം ഇപ്പം ജെൻസിയിലെ ഒരാൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഫിസിക്കലായിട്ടും ചെയ്യാൻ പറ്റും, ഡിജിറ്റലായിട്ടും ചെയ്യാൻ പറ്റും. മറ്റൊരു ജനറേഷനിലെ ആൾക്കാർക്ക് അത് രണ്ടും ഒരേപോലെ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഷോപ്പിംഗ് തന്നെ എടുത്തോ, ഫിസിക്കലായിട്ടും ജെൻസിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും, ഡിജിറ്റലായിട്ടും ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പം ജെൻസി എടുക്കുമ്പം സോഷ്യലൈസിങ്, ഫിസിക്കലായിട്ടും അവർ സംസാരിക്കുന്നുണ്ട്, ആൾക്കാരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിജിറ്റലായിട്ടും അവർ ചാറ്റ് ചെയ്യുകയും ദൂരെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ ബാക്കിയുള്ള ജനറേഷന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ജെൻസി ചെയ്യുന്നുണ്ട്. അതെ, അപ്പം വെറുതെ അല്ലേ നമ്മൾ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു പരിധി വരെ ശരിയല്ലായിരിക്കും. കാര്യം ഈ പറയുന്നത് പോലെ ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ പ്രസൻസ് അറിയിക്കാൻ തക്കവണ്ണം ജെൻസി മെച്ചുവേർഡായ ഒരു ജെൻസി സമൂഹത്തെയാണ് നമ്മൾ നോക്കി കാണുന്നതെന്നാണ് പിന്നെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലേക്ക് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യലൈസിങ് ആസ്പെക്റ്റിലേക്ക് വരികയാണെങ്കിലും ഇതിലെല്ലാം ക്ലിങ് ഓൺ ചെയ്ത് കിടക്കുന്നൊരു വാക്കുണ്ട്, റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് കുറവാണെന്നും ഒരു അപഖ്യാതി നമുക്കിടയിലുണ്ട് പൊതുവെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒന്ന്. അപ്പോൾ അതിനെ എങ്ങനെയാണൊരു ജെൻസി പ്രതിനിധി എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്നത്, നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലെങ്കിലും? 2018 പ്രളയം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അന്ന് തിരുവനന്തപുരത്തിൻ്റെ മേയർ VK പ്രശാന്ത് MLA സാറാണ്. അപ്പം സാറായിരുന്നു അന്നത്തെ മേയർ. ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ, എനിക്ക് 5 വയസ്സുള്ള സമയമാണ്, പ്രളയത്തിൻ്റെ സമയമാണ്. അപ്പം പ്രളയമാണ്. ഞാൻ അവിടെ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഞാൻ പോയതാണ് കോർപ്പറേഷൻ ഓഫീസിൽ. അവിടെ പോകുമ്പം മുതിർന്ന ആൾക്കാരെക്കാളും മറ്റേ പ്രായമുള്ള ജനറേഷനും പ്രായമുള്ള ആൾക്കാരെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ജെൻസിയിലുള്ള ആൾക്കാരും ചേട്ടന്മാരും ചേച്ചിമാരും. കാസർഗോഡ് തൊട്ട് കണ്ണൂർ മുതൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്ന എല്ലാ ആൾക്കാരും ഇവിടെ സാധനങ്ങൾ കൊടുക്കാനും വോളണ്ടിയേഴ്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി 2024 വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തം വന്ന സമയത്ത് RJ ഫിറോസ് ഒരു കളക്ഷൻ ഡ്രൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സാധനങ്ങൾ കൊടുക്കാൻ ഞാൻ എത്തിയപ്പോഴും ഞാനവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ ജെൻസി ചേട്ടന്മാരും ചേച്ചിമാരുമാണ്. തിരുവനന്തപുരത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്ന എല്ലാ ആൾക്കാരുണ്ട്. ഈ ജെൻസി ആൾക്കാരാണ് ഇവിടെ വോളണ്ടിയേഴ്സ് ആവുന്നതും സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതും കൊടുക്കുന്ന എന്ത് ഇതായിട്ടാണ് ചെയ്യുന്നത്. ഈ 2 കേസിലും പ്രതികൂലമായ മഴയുണ്ടായിരുന്നപ്പോഴും അവർക്ക് ഭക്ഷണം ഒന്നും ശരിയായ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ സമൂഹത്തിലൊരു ആവശ്യം വരുമ്പോൾ അവരുടെ ആ ഒരു ടീം വർക്കും കോർഡിനേഷനും ഇതൊക്കെ അവരുടെ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കേരള മാതൃകയാണ്. അപ്പോൾ ഇതൊരു കേരള മോഡലിലാണ് ഇപ്പോൾ കൂടുതലായും ഇപ്പം പിന്നെ പറഞ്ഞു വെച്ചത്, നമ്മുടെ പ്രളയവും മുണ്ടക്കയം ദുരന്തവും ഒക്കെ ചേർത്ത് വെച്ചിട്ട്. ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലേക്ക് എത്തുമ്പോൾ ജെൻസിയുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം വലുതാണ്? കാര്യം ജെൻസിയെ പറ്റി
ഉള്ളൊരു ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഐറണി, 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നു എന്നുള്ള പ്രസ്താവന ഒരു വശത്ത് നിൽക്കുമ്പോഴും തെരുവുകൾ നിറയുന്നത്, ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തെരുവുകൾ നിറയുന്നത് ഇതേ ജൻസിയാണ്. അപ്പോൾ അതെല്ലാ കാലത്തും അങ്ങനെയാണ്. പൗരത്വ ബില്ല് തൊട്ട് ഈ നേപ്പാൾ ജൻസി പ്രക്ഷോഭം വരെയും, അല്ലെങ്കിൽ അതിനു മുമ്പും നമുക്ക് അത് ഈ പല പ്രസംഗങ്ങളിലും സിദ്ദിഖ് സാറും നമ്മുടെ ബിജുകുമാർ സാറും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലുള്ള ജൻസി സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ മിന്നെ എങ്ങനെ നോക്കിക്കാണും? ജനജീവിതത്തെ ബാധിക്കുന്ന പ്രകൃതി, കാലാവസ്ഥ വിഷയങ്ങളും പിന്നെ കോർപ്പറേറ്റ് ജയൻസായ H&M, സാറ, നൈക്കി തുടങ്ങിയ ബ്രാൻഡുകളുടെ ഹിപ്പോക്രസിയൊക്കെ തുറന്നു കാണിക്കാൻ ജെൻസി മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ യങ് ചേഞ്ച് മേക്കേഴ്സായ ഗ്രറ്റ തൻബർഗ്, സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക, താലിബാൻ പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്തിയ, താലിബാൻ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ മലാല യൂസഫ്സായി, ഇവരൊക്കെ ആ ഒരു ഗ്ലോബൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു മാതൃകയാണ്. പിന്നെ ഈ ഒരു ജെൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു തലമുറയ്ക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്, ഇൻക്ലൂസീവാണ്, അതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സംരക്ഷണവും LGBTQ അവെയർനെസ് ഒക്കെ ഉള്ള ഒരു തലമുറയാണ് ജെൻസി എന്ന് പറയുന്നത്. ഭിന്നശേഷി സൗഹൃദമാണെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളാണെങ്കിലും മൃഗങ്ങളോടുള്ള എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാത്തിലും ആ ജെൻസിയുടെ ആ ഒരു പങ്ക് വളരെ വലുതാണ്. അതാണ് ഗ്ലോബൽ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആ ഒരു പങ്ക്. അതെ. അപ്പോൾ ഈ ഇൻക്ലൂസിവിറ്റിക്ക് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ഒന്ന്, ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു പരാമർശമോ പ്രസംഗത്തിൽ ഒരു വാചകമോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫർമേഷനോ കണ്ടു കഴിഞ്ഞാൽ ജെൻസി പ്രതികരിക്കാൻ മടിക്കില്ല അല്ലേ? നേപ്പാളിലെ പ്രക്ഷോഭം വരെ അത് എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മൊറോക്കോയിലെ പ്രക്ഷോഭം വരെ എത്തി നിൽക്കുമ്പോൾ സ്റ്റേറ്റിലൊരു കറപ്ഷൻ ഉണ്ടായെന്ന് അറിയുമ്പോൾ അധികാര കസേരകൾക്കെതിരെ ശബ്ദമുയർത്തി അതിശക്തമായി നിലപാടെടുക്കുന്നത് ജെൻസിയാണ്. ജെൻസി അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എപ്പോഴും യുവതലമുറ. സോ ജെൻസി ആൻഡ് ജെൻ ആൽഫ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങുന്നത്, പ്രക്ഷോഭകാരികളായി മാറുന്ന യുവത്വം എന്നുള്ള വിഷയത്തിൽ മിന്നയുടെ ഒരു സ്റ്റാൻഡ് എന്താണ്? സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ജെൻസി. സമൂഹത്തിലുണ്ടാവുന്ന നന്മതിന്മകൾ ജെൻസിയിലും പ്രതിഫലിക്കുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ പ്രക്ഷോഭങ്ങളാണെങ്കിലും പ്രൊട്ടസ്റ്റ് ആണെങ്കിലും പ്രതിഷേധമാണെങ്കിലും എന്താണെങ്കിലും നമുക്കതിനെ സമാധാനപരമായ ചർച്ചകളിലൂടെ നമുക്ക് പരിഹരിക്കാം. അത് വയലൻ്റായി ആൾക്കാരെ കൊന്നും ആൾക്കാരെ ഉപദ്രവിച്ചും ജീവനൊരു ഭീഷണിയായി അല്ല നമ്മൾ ഒന്നിന് പരിഹാരം കണ്ടെത്തുന്നത്. നമുക്ക് അപ്പോൾ സമാധാനപരമായ ചർച്ചകളിലൂടെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇവിടെ നേപ്പാളിലാണെങ്കിലും നേപ്പാളിലെ ഈ ഒരു പ്രക്ഷോഭം ഉണ്ടായത് ജെൻസിക്കുള്ള സാമൂഹ്യ മാധ്യമങ്ങളോടുള്ള ആക്സസ് നിർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്തപ്പോഴാണ് നേപ്പാളിലുണ്ടായിരുന്നത്. മൊറോക്കോ 6 പ്രാവശ്യം ഫിഫ വേൾഡ് കപ്പ് നടത്താൻ വേണ്ടി അവർ നോക്കി, പക്ഷേ അവർക്ക് അനുമതി കിട്ടിയില്ല. പക്ഷേ ഇപ്രാവശ്യം 2030 ഫിഫ വേൾഡ് കപ്പ് നടത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മൊറോക്കോയാണ്. അപ്പം 44,000 കോടിയിൽ കൂടുതൽ രൂപയാണ് അവിടെ അവർ അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. എതിരെയാണ് മൊറോക്കോയിൽ ജെൻസി പ്രതിഷേധിച്ചത്. ഇനി മഡഗാസ്കറിലേക്ക് വരുമ്പം ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ദ്വീപാണ് മഡഗാസ്കർ. മഡഗാസ്കറിനെ ബയോഡൈവേഴ്സിറ്റിയുടെ സ്വർഗമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു നരകതുല്യമാണെന്നാണ് അവിടെ പറയുന്നത്. ഈ ഒരു പ്രക്ഷോഭങ്ങളിലൊക്കെ മെയിനായിട്ട് കാണുന്നത് മാങ്ക ആനിമി ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഇതാണ്. എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അവർ കാണിക്കുന്ന ഫ്ലാഗൊക്കെ വൺ പീസ് ജോളി റോജറിൻ്റെ ആ ഒരു ഫ്ലാഗ് വെച്ചിട്ടൊക്കെയാണ് അവർ ഈ പ്രക്ഷോഭങ്ങളൊക്കെ ചെയ്യുന്നത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വിരോധാഭാസമുണ്ട്, ഒരു ഐറണിയുണ്ട്. അതായത് ജെൻസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന പോലെ നമ്മുടെ കേരളത്തിലാണെങ്കിലും നൈറ്റ് ലൈഫ് ഒക്കെ നമ്മൾ വളരെ, നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ അതാണ്. പല കോളേജുകളിലും ഇന്ന് 4 മണിയാകുമ്പോൾ വിസിലടിച്ച് അടിച്ചിറക്കി വിടുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ നൈറ്റ് ലൈഫ് നമ്മുടെ പൊതുസമൂഹത്തിലാണെങ്കിലും നൈറ്റ് ലൈഫ്, അല്ലെങ്കിൽ അതുപോലെയുള്ള തുറന്ന പ്രദേശങ്ങളിൽ സോഷ്യലൈസ് ചെയ്യാനുള്ള അന്തരീക്ഷങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ആഗ്രഹിക്കുന്ന ജെൻസി ഒരു രാജ്യത്ത് വേൾഡ് കപ്പിന് വേണ്ടി ഇത്രയധികം രൂപ ചെലവഴിക്കുന്നതിനെതിരെ എതിർക്കുകയാണ്. വെറുതെ അല്ല, അതാ രാജ്യത്തിലെ ജനങ്ങളെ പരിഗണിക്കാതെ, അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യത്തെയോ അവരുടെ ദൈനംദിന ജീവിതത്തെയോ പരിഗണിക്കാതെ അവരെ തഴയുന്ന രീതിയിലുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അത് പോപ്പുലർ ഫിക്ഷൻ്റെ ഒരു സ്വാധീനം കൊണ്ട് അത്തരം പ്രക്ഷോഭങ്ങൾക്ക് ഫ്യൂവലായി മാറുന്നുണ്ടോ? ആനിമി മാങ്ക ക്യാരക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ഒരു പ്രക്ഷോഭങ്ങളിലൊക്കെ സ്വാധീനിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഫ്ലാഗ്, അവർ മുന്നോട്ട് പോകുന്ന ഫ്ലാഗ് എന്ന് പറയുന്നത് വൺ പീസ് ജോളി റോജറിൻ്റെ ഒരു സ്കള്ളും 2 ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്ന 2 ബോണും ഒരു സ്ട്രോ ഹാറ്റൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു വൺ പീസ് ജോളി റോജറിൻ്റെ ആ ഒരു ഫ്ലാഗ് വെച്ചിട്ടാണ് ഇവർ പോകുന്നത്. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന, ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ്, മാങ്ക ആനിമി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതിൽ ഒന്ന് മങ്കി ഡി ലൂഫിയാണ്, മറ്റേത് നറൂട്ടോയും പോക്കിമോനും പീക്കാച്ചും ഒക്കെയാണ്. ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള, ഈ ജാപ്പനീസ് ക്യാരക്ടേഴ്സൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ജാപ്പനീസ് ക്യാരക്ടേഴ്സിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണ് നല്ല വലുതാണ്.
അതേപോലെ അവരുടെ മുടി എന്ന് പറയുന്നത് സ്പൈക്ക് ഗ്രാഫിക്സ് വെച്ചിട്ടുള്ള മുടിയാണ്. ഈ രണ്ട് കാര്യമാണ് ഇമോഷൻസിനെ ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഈ ക്യാരക്ടേഴ്സിനെ എടുക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഈ ഒരു കാർട്ടൂണിൽ വരുമ്പം ഇവരെല്ലാവരും കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന, നീതിക്ക് വേണ്ടി പോരാടുന്ന, അവരുടെ കഴിവിൽ ഭയങ്കര വിശ്വാസമുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ഈ ക്യാരക്ടേഴ്സിനെ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പർട്ടിക്കുലർ ആളെ ലീഡറായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രക്ഷോഭങ്ങൾക്ക്, ആ ഒരു ലീഡറിനെ ഇഷ്ടമുള്ള, ആ ഒരു ലീഡറിൻ്റെ മതത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു ഭാഷ, ആ ഒരു ഒറിജിനുള്ള ആൾക്കാരെ പിന്തുടരത്തുള്ളൂ. പക്ഷെ ഇത് ക്യാരക്ടർ ആകുമ്പം ഈ ഭാഷ, മതം, ജാതി ഒന്നുമില്ലാതെ ലോകത്തിലെ എല്ലാ ഭാഗത്തിലെ ആൾക്കാരെ ഒത്തുചേർന്ന് ആ ഒരു പ്രക്ഷോഭങ്ങളിൽ ചെയ്യും. അപ്പോൾ ഇവിടെ ലീഡർലെസ് ആയിട്ട് കളക്റ്റീവായിട്ടാണ് ഇവർ ഈ ഒരു പ്രക്ഷോഭങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെയാണ് ഈ ആനിമി മാങ്ക ക്യാരക്ടേഴ്സൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും ഇതിനെ ജെൻസിക്കെതിരെ മുന്നോട്ട് വയ്ക്കുന്നൊരു വാദം തന്നെ വയലൻസ് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത് പുതുതലമുറയ്ക്കാണ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കണ്ടൻസ് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത് പുതുതലമുറയ്ക്കാണ് ബിക്കോസ് ഓഫ് ദ ബൂം ഓഫ് ടെക്നോളജി. അപ്പോൾ അങ്ങനെ കാണുന്നൊരു തലമുറ വഴിതെറ്റിപ്പോയേക്കും എന്നുള്ള ഒരു മുടന്തൻ വാദത്തെയാണ് ഈ പോപ്പുലർ ഫിക്ഷൻ്റെ സ്വാധീനം കൊണ്ട് സമൂഹത്തിലെ അനീതിക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു ജെൻസി തലമുറ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആക്ച്വലി അത് ഏറ്റവും പ്രശംസനീയമായൊരു പോയിൻ്റായിട്ട് കാണുന്നു. താങ്ക് യു മിന്ന. നവകേരളത്തിൽ ജെൻസിയുടെ ഒരു സ്വാധീനം എത്രത്തോളം? നമ്മൾ നവലോകക്രമം എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരുന്നു സംവദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നവകേരളം ഇന്ന് വളരെയധികം ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. രാഷ്ട്രീയ പാർട്ടികളായിക്കൊള്ളട്ടെ, സാമുദായിക സംഘടനകളായിക്കൊള്ളട്ടെ, ഏതൊരു സംഘടനയും എടുത്തുപയോഗിച്ച് ജീർണിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിർദാക്ഷിണ്യം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നവകേരളം. സോ ജെൻസിയുടെ ഭാഷയിൽ നവകേരളം, അല്ലെങ്കിൽ നവകേരളത്തിൽ ജെൻസിയുടെ സ്വാധീനം എങ്ങനെയായിരിക്കണം? ആതിഥ്യരില്ലാത്ത കേരളം, സുന്ദര കേരളം, ഹരിത കേരളം, അങ്ങനെ കുറേ എല്ലാ ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഒക്കെ കേരളം മുൻനിരയിലാണ് നിൽക്കുന്നത്. മുമ്പത്തെ സെഷനിൽ VC പറഞ്ഞിട്ടുള്ള ആ ഒരു SDG ഗോൾസിലെ കുറച്ച് ഗോൾസെങ്കിലും കേരളത്തിലും, മിക്ക ഗോൾസും കേരളത്തിൽ ഇവിടെ ഫുൾഫിൽ ആയിട്ടുണ്ട്. അപ്പം കേരളം അങ്ങനെ നല്ല മുൻനിരയിൽ നിൽക്കുന്ന ആ ഒരു സംസ്ഥാനമാണ്. ഇവിടെ ജെൻസിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ജെൻസി ഡിജിറ്റൽ യുഗത്തിലാണ് ജെൻസി വീണത് തന്നെ. അതുകൊണ്ട് ടെക്നോളജിക്കലി ഇവർ നല്ല അഡ്വാൻസ്ഡ് ആണ്. ഒരു ചെറിയ കുട്ടിക്ക് പോലും ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കാനും, ഇപ്പം ഒരു 3 വയസ്സുള്ള കുട്ടിയൊക്കെ തന്നെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ജെൻസി വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈ ഒരു AI-യിലേക്കും ടെക്നോളജിക്കും ഒക്കെ കുറച്ചും കൂടെ പരിചിതമായൊരു ജനറേഷനാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഈ ഒരു കഴിവുകളെ, ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉപയോഗിക്കാം. പിന്നെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത്, ജെൻസിക്ക് ഏറ്റവും നിൽക്കാൻ പറ്റിയ, ജെൻസിക്ക് ഏറ്റവും നല്ല ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കാരണം കേരളത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് രണ്ടും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, പല സംസ്ഥാനങ്ങളിലും ഇല്ല. ഇതൊക്കെയുള്ള നമുക്ക് പഠിച്ചുയരാനും നമ്മുടെ കഴിവുകൾ പിന്തുടരാനും നമുക്കൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു ജെൻസിക്ക് കേരളത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ശ്രമിച്ചാൽ. കേരളം ജെൻസിക്ക് സ്വപ്നതുല്യമായൊരു സ്ഥലമായി മാറണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് തന്നെ ജെൻസിയാണ്. അതെ, പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ ജെൻസിയിലൊരു ഭൂരിഭാഗം പേരും അൺഫോർച്ചുനേറ്റ്ലി സ്റ്റാറ്റിസ്റ്റിക്കലി കേരളം എന്നല്ല ഇന്ത്യക്ക് തന്നെ പുറത്ത് പോവുകയാണല്ലോ. അത് ബ്രെയിൻ ഡ്രെയിൻ നമ്മൾ പണ്ട് മുതലേ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ജെൻസി ഇത്രയധികം മെച്ചുവേർഡായി തീരുമാനങ്ങൾ എടുക്കുന്ന, അല്ലെങ്കിൽ ഇത്രയധികം മാറ്റങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ള ജെൻസിക്ക് എന്തുകൊണ്ട് കേരളത്തിൽ മാറ്റങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നില്ല. അതിന് അവർ മനം എടുത്തുകൊണ്ടാണോ പുറം രാജ്യങ്ങളിൽ പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ആവാൻ താല്പര്യപ്പെടുന്നത്, അതോ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ അതിനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ബ്രെയിൻ ഡ്രെയിൻ, ഈ ഒരു ജെൻസിയെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവാൻ ഉള്ള കാര്യം എന്ന് പറയുന്ന, ഒന്നാമത്തെ കാര്യം, ജെൻസി എന്ന് പറയുന്നത് പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പുതിയ ഒരു സ്ഥലത്ത് പോയി താമസിക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരു തലമുറയാണ്. ഒരു പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, അവിടെ പോയി താമസിക്കുക, ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്ന രീതിയിൽ പോകുന്ന അതാണ് ഒരു കൂട്ടം ആൾക്കാർ. മറ്റേ കൂട്ടം ആൾക്കാർ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അവരവിടെ സ്ഥിരതാമസത്തിന് വേണ്ടി പോകുന്നതല്ല, അവരവിടെ പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് അവിടെ തന്നെ ജോലിയെടുത്ത് അവിടെ തന്നെ താമസിക്കുന്നവരാണ് അടുത്ത കൂട്ടം ആൾക്കാർ. പിന്നെ മൂന്നാമത്തെ കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ജെൻസി തലമുറയെ കാണുമ്പം ഈ ഒരു മിക്ക ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യം, നിനക്ക് ജോലിയൊന്നും ആയില്ലേടാ, നിനക്ക് ഇതുവരെ ജോലിയൊന്നും ആയില്ലേ, ഈ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി പോകുന്നതാണ് ഒരു കൂട്ടം ആൾക്കാർ.
പിന്നെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒരു താല്പര്യം ഇല്ലാഞ്ഞിട്ട് പേരൻസിന് എൻ്റെ മകൻ കാനഡയിലാണ്, എൻ്റെ മകൻ ദുബായിലാണ് എന്ന് പറയാൻ വേണ്ടി പേരൻസ് നിർബന്ധിച്ച് വിടുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇങ്ങനെയാണ് ബ്രെയിൻ ഡ്രെയിൻ ജെൻസിയിൽ സംഭവിക്കുന്നത്. അതെ, അപ്പോൾ ഒരു പരിധി വരെ നമ്മളൊക്കെ തന്നെയാണ് പ്രശ്നമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു തോന്നുന്നു. അത് തുടങ്ങേണ്ടത് വീടുകളിൽ നിന്നാണ്. എല്ലാ മാറ്റങ്ങളും വീടുകളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റില്ല, ഇവിടെ മുൻനിരയിലിരിക്കുന്ന മിന്നയുടെ അമ്മ ജിനു മാം. മിന്നയുടെ എല്ലാവിധ നേട്ടങ്ങൾക്കും പിന്നിൽ ശക്തമായ കരങ്ങളാണ് ജിനു മാമിൻ്റെ. ഒരു വലിയ കയ്യടി മാമിന് കൂടി നമുക്ക് നൽകാം. ഇവിടെ മുന്നിലുണ്ട് കേട്ടോ. ഓക്കെ, ഇല്ലേ? അമ്മയ്ക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കണ്ടേ? ഉറപ്പായും അമ്മയാണ് പ്രസംഗം പറയുന്ന ആള്. അമ്മയുടെ വീട്ടിൽ ഞാൻ ജനിച്ച് വളരുമ്പം അമ്മയുടെ ഈ ഒരു ലൈബ്രറിയും ബുക്സും ഒക്കെ കണ്ടാണ് വളരുന്നത്. അങ്ങനെയാണ് ഞാൻ വായനയിലോട്ട് വന്നതും അമ്മയുടെ ഈ ട്രോഫിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതുപോലെ വാങ്ങിക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ പ്രസംഗം പറയാനൊക്കെ തുടങ്ങിയത്. അതെ, അപ്പോൾ ജെൻസിയുടെ ഇൻസ്പിറേഷൻ ജെൻ വൈയും കൂടെ ആവുന്നുണ്ട് അവിടെ. ഉറപ്പായും ജെൻസി ഒറ്റ വാക്യത്തിൽ വിശേഷിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം എങ്ങനെയായിരിക്കും എന്ന് ആദ്യം പറയാം. ഒരു റോഡ് നമ്മൾ പുതിയതായിട്ട് ടാർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബോർഡ് വെക്കും, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. ജെൻസി ഒറ്റ വാക്യത്തിൽ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ജെൻസി കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. കാവൽക്കാരെന്നുള്ള പദത്തിൻ്റെ കൂടെ ഞാനൊരു വാക്കുകൂടെ ചേർത്ത് വെക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ കാവലാളുകൾ എന്ന് നമ്മളെ വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ജെൻസിയെ വിശേഷിപ്പിക്കുന്നത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജെൻസിക്ക് രാഷ്ട്രീയമില്ല എന്നുള്ള പൊതു അഭിപ്രായം വസ്തുതാ വിരുദ്ധമാണെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയമുള്ള ജെൻസിക്ക് പോലും ഇലക്ട്രൽ ടേൺ ഔട്ടിലേക്ക് വരുമ്പോൾ, രാവിലെ സിദ്ദിഖ് സർ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കം സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രൽ ടേൺ ഔട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഒരു വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരം ഒരു രാജ്യത്തിൻ്റെ വിധി നിർണയത്തെ പോലും തീരുമാനിക്കാവുന്ന പ്രക്രിയകളിൽ, ജനാധിപത്യ പ്രക്രിയകളിൽ ജെൻസിക്ക് സജീവമായി ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. സോ ജെൻസിയുടെ പൊളിറ്റിക്കൽ അവയർനെസ് അപ്പോൾ എങ്ങനെ അടയാളപ്പെടുത്താൻ സാധിക്കും? ജെൻസിക്ക് രാഷ്ട്രീയമുണ്ട്. ലോക പൊളിറ്റിക്സ് ആണെങ്കിലും ഇന്ത്യൻ പൊളിറ്റിക്സ് ആണെങ്കിലും കേരള രാഷ്ട്രീയമാണെങ്കിലും എല്ലാത്തിലും ജെൻസിക്ക് അവരവരുടേതായ ഒരു നിലപാടുണ്ട്, അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ജെൻസിക്ക് എല്ലാം ഉണ്ട്. പക്ഷേ പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പം, പണ്ടത്തെ കാലത്തെ ജെൻ വൈയും എക്സ് ഒക്കെ ആകുമ്പം അവരുടെ പഠിത്തവും പരീക്ഷയും കുടുംബവും ഒക്കെ വിട്ട് സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരും. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ്. ജെൻസി കുറച്ചും കൂടെ പഠിത്തത്തിലേക്കും പരീക്ഷയും ഒക്കെ ഫോക്കസ്ഡ് ആണ്. ഇവരുടെ ഈ നിലപാടുകളും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർ കുറച്ചും കൂടെ പഠിത്തം ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാ നിലപാടുകളും ഉണ്ട്. പഠിത്തം എന്ന് പറയുമ്പോൾ മറ്റെല്ലാ മേഖലകളും, പഠിത്തം മാത്രമല്ല എല്ലാ മേഖലകളിലും ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട്, അതുകൊണ്ടായിരിക്കാം സജീവമായിട്ട് അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റുന്നത്. ബാക്കി അവർക്ക് നിലപാടുണ്ട്, രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്, എല്ലാത്തിനെയും കുറിച്ച് അവർ ബോധവാന്മാരാണ്. പക്ഷേ പണ്ടത്തെ ആൾക്കാർ ചെയ്ത പോലെ എല്ലാം വിട്ടെറിഞ്ഞ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നവരുമല്ല ജെൻസി. എല്ലാ കാര്യവും ഒപ്പം കൊണ്ടുപോകുന്നു. അത് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവുമെന്നാണ് മിന്നയും പറയുന്നത്. ആണ്. ഇലക്ട്രൽ ടേൺ ഔട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഡിജിറ്റലായ ഇലക്ഷൻ കൊണ്ടുവന്നാൽ എന്തായിരിക്കും? എലക്ഷൻ ഡിജിറ്റലി ആയ ജെൻസി കുറച്ചും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരിക്കും. പക്ഷേ ജെൻസി ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് ജനിച്ചു വീണത്. അതുകൊണ്ട് ഡിജിറ്റൽ ആകുമ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, കുറച്ചും കൂടെ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാൻ പറ്റും. പക്ഷേ ഡിജിറ്റൽ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഫിസിക്കലായിട്ടുള്ള ഇലക്ഷനും വോട്ടിങ്ങും ഒക്കെ ജെൻസിക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. പക്ഷേ അത്രയും സജീവമാകാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഡിജിറ്റലി വോട്ടിങ്ങും ഇലക്ഷനും ഒക്കെ വരുമ്പം കുറച്ചും കൂടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് കിട്ടുമായിരിക്കും. ഡിജിറ്റലാക്കുക എന്നുള്ളതിൻ്റെ മറ്റൊരു വശം ഈ അടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. പാർലമെൻറ്റിൽ പോലും ഉയർന്നു കേട്ടൊരു വാചകമാണ്, നമുക്ക് റേഷൻ കടയിൽ പോലും ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, പക്ഷേ വോട്ടിങ്ങിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോഴും അത് നമ്മുടെ അല്ലെങ്കിൽ നാട്ടു നടപ്പിൻ്റെ ഭാഷയിലാണ് ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വോട്ടിംഗ് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി വരുമ്പോൾ അതൊരു പക്ഷേ രാജ്യത്തിൻ്റെ തന്നെ ഗതി നിർണയത്തെ നല്ല രീതിയിൽ സ്വാധീനിച്ചേക്കും എന്ന് തോന്നുന്നു. പിന്നെ ഫിസിക്കലി ഇലക്ഷൻ വോട്ടിംഗ് ഫിസിക്കലാകുമ്പോൾ വേറെ ഒരു ഗുണം, നമ്മൾ അറിയാതെ പോകുന്നൊരു ഗുണമുണ്ട്. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പേര് പോലും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ അത്രയും നേരം ലൈനിലൊക്കെ നിൽക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പേരെന്താണെന്നെങ്കിലും നമ്മൾ ചോദിക്കാനും ആ ഒരു സോഷ്യലൈസിങ് നമ്മൾ അറിയാതെ അവിടെ നടക്കുന്നുണ്ട്. അതെ, എത്ര വലുതെന്നോ ചെറുതെന്നോ ഇല്ലാതെ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം. ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അപ്പുറത്ത് താമസിക്കുന്ന ആളുടെ പേരെന്താന്ന് പോലും അറിയാത്ത ഇതാണ്. അപ്പം കുറച്ചും കൂടെ അവിടെ സോഷ്യലൈസിങ് നടക്കും. ജെൻസി ഈ AI കൂടുതൽ ഓവർ ഡിപ്പെൻഡൻസ് കാണിക്കുകയും അതേപോലെ തന്നെ ഈ അൽഗോറിതം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒപ്പീനിയൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം. എനിക്ക് തോന്നുന്നു ജെൻസി കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡിജിറ്റലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴും
അവർ കുറച്ചും കൂടെ മറ്റുള്ള ആ ഒരു തലമുറയിനേക്കാളും അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള ജെൻസിക്ക് പുറകോട്ടുള്ള തലമുറ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിനേക്കാളും കുറച്ചും കൂടെ അതിൻ്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഡിജിറ്റൽ സാക്ഷരത ഈ ഒരു ജെൻസി തലമുറയ്ക്ക് ഉണ്ട് മറ്റു തലമുറയിനേക്കാളും. അതുകൊണ്ട് അതിനെ കുറച്ചും കൂടെ വൈസായിട്ട് അവർക്ക് ഗുണകരമായി രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് അധികം മെൻ്റൽ ഹെൽത്തിനെ എനിക്ക് ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു ജെൻസി എന്ന് പറയുന്നത് ആരോഗ്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആരോഗ്യത്തെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തലമുറ ജെൻസിയുടെയാണ്. അവരെല്ലാ ദിവസവും എത്ര കാലറി ബേൺ ചെയ്തു, എത്ര സ്റ്റെപ്സ് നടന്നു, ഇതൊക്കെ കറക്റ്റായിട്ട് ഡിജിറ്റലി മോണിറ്റർ ചെയ്യുന്ന, അവരുടെ ആരോഗ്യം അത്രയും നോക്കുന്ന, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന, വർക്കൗട്ട് ചെയ്യുന്ന, യോഗ ചെയ്യുന്ന, അപ്പം അവരധികം കുറച്ചും കൂടെ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ശരിയായ രീതിയിൽ എങ്ങനെ അവർക്ക് ഗുണപരമായ രീതിയിൽ ഉപയോഗിക്കണം എന്നറിയാവുന്നൊരു തലമുറയാണ്. ജെൻസിയുടെ ഇമോഷണൽ ബോണ്ടിങ്ങിനെ പോലും റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ AI മാറിക്കഴിഞ്ഞു. നമ്മുടെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മളിപ്പോൾ AIയോട് ചോദിക്കുന്നുണ്ട്, ഒരു മടിയില്ലാതെ. പണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ തുടങ്ങിയിരുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ ഗൂഗിളിൻ്റെ പാസ്വേഡ് കൊടുക്കേണ്ടി വരുമല്ലോ. അന്ന് അമ്മയൊക്കെ ടെൻഷൻ അടിക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ദൈവം, ഈ പാസ്വേഡൊക്കെ കൊടുത്താൽ എൻ്റെ മുഴുവൻ വിവരങ്ങളും എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇന്ന് നമ്മളത് കുറച്ചും കൂടെ ഫ്രീ ആയി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലെ ഒളിഞ്ഞിരിക്കുന്ന വശങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതും നമുക്കറിയാം, അത്രയും കോഷ്യസായി നമ്മൾ പെരുമാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സോഷ്യലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താണെന്ന് ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി ഓർമ്മിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണുന്ന ഒരു സംഗതി നമ്മൾ നമ്മുടെ ഇമോഷൻസ് ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ തലമുറയ്ക്കിടയിൽ. റീൽസിൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ ഓരോ ഇമോഷൻസും നമ്മുടേത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ജെൻസി നോട്ടിൽ തന്നെ നമുക്ക് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഫോമലായി സംസാരിക്കുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനൊരു സ്ലാങ് വെച്ച് ലേബൽ ചെയ്യുന്നൊന്നും ശരിയല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമുക്കൊരു ജെൻസി നോട്ടിൽ നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കൊരു എൻഡിങ് നോട്ട് കൊടുക്കാനാണെങ്കിൽ മിന്ന അതെങ്ങനെ കൈകാര്യം ചെയ്യുമായിരിക്കും? മിന്ന ഒരു അസൽ റേഡിയോ ജോക്കിയും കൂടാണ് കേട്ടോ, ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. Thank you for being such a Sigma crowd. You are all the real God. താങ്ക് യു സോ മച്ച്. അപ്പോൾ തത്വചിന്തകന്മാർ ലോകത്തെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം അതിന് മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഗോഡ് ജെൻസി വൈബ് പേറിക്കൊണ്ട് നല്ല മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ, പ്രതികരിക്കേണ്ടടുത്ത് മുൻപ് സുഹൃത്ത് പറഞ്ഞതുപോലെ ശക്തമായി പ്രതികരിക്കാൻ ജെൻസിക്കും ജനാൽഫയ്ക്കും തുടർന്നുള്ള എല്ലാ തലമുറയ്ക്കുമാവട്ടെ. അതിന് നമ്മൾ ഓരോരുത്തരും, മിന്നെ പോലെയുള്ള ഓരോരുത്തരും പ്രതീക്ഷകളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മിന്നയ്ക്കും ഈ സംവാദത്തിന് വഴിയൊരുക്കി തന്ന സിദ്ദിഖ് സാറിനും IUCAയ്ക്കും DSSനും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് യൂണിയനും എല്ലാവർക്കും, നിങ്ങൾ ഈ സംവാദം കേട്ടിരുന്ന, ഇതിനെ സജീവമായി നിർത്തിക്കൊണ്ടുപോയ നിങ്ങൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സിദ്ദിഖ് സാറിനും മനോജ് അങ്കിളിനും ബിജു അങ്കിളിനും നന്ദി. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന, ഈ ഒരു ജനാൽഫക്കാരെ കേട്ടിരുന്ന എല്ലാ ജെൻസിക്കും നന്ദി. ഇറ്റ്സ് മീ മിന്ന രഞ്ജിത്ത് സൈനിങ് ഓഫ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.